2024 JEE അഡ്വാൻസ്ഡിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. ഇപ്രാവശ്യത്തെ JEE അഡ്വാൻസ്ഡ് കണ്ടക്ട് ചെയ്യുന്നത് IIT മദ്രാസ് ആണ്. അതായത് ഞാൻ ഈ ലിസ്റ്റിൽ കാണിച്ചിരിക്കുന്ന ഏകദേശം 23ഓളം IITകളിലേക്ക്, അതായത് പാലക്കാട് ഉൾപ്പെടെ 23ഓളം IITകളിലേക്കുള്ള അഡ്മിഷൻ ഈ JEE അഡ്വാൻസ്ഡിൻ്റെ ബേസിലാണ്. ഇനി ഏതൊക്കെ കോഴ്സുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BTech കോഴ്സുണ്ട്, BS ബാച്ചിലർ ഓഫ് സയൻസ് കോഴ്സുണ്ട്, BArch കോഴ്സുണ്ട്, ഡ്യുവൽ ഡിഗ്രി BTech MTech കോഴ്സുകളുണ്ട്, ഡ്യുവൽ ഡിഗ്രി BS MS കോഴ്സുകളുണ്ട്, ഇൻ്റഗ്രേറ്റഡ് MTech കോഴ്സുകളുണ്ട്, ഇൻ്റഗ്രേറ്റഡ് MSc കോഴ്സുകളുണ്ട്. ഇതൊക്കെ JEE അഡ്വാൻസ്ഡ് വഴി നടക്കുന്ന അല്ലെങ്കിൽ JEE അഡ്വാൻസ്ഡ് വഴി കയറാവുന്ന കോഴ്സുകളാണ് IITകളിൽ. ഇനി ഇതിലെ സീറ്റ് റിസർവേഷൻ നോക്കിയാൽ 10% സീറ്റ് EWS കാറ്റഗറിക്കാണ്. അപ്പോൾ അതിൽ അവർ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റുകളുടെ ലിസ്റ്റ് ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ റിസർവേഷൻ മാത്രം പറയുന്നു. 10% സീറ്റ് EWS കാറ്റഗറിക്കാണ്. OBC NCL കാറ്റഗറിക്ക് 27% സീറ്റ് റിസർവ്ഡ് ആണ്. NCL ആണെങ്കിൽ മാത്രമാണ്, OBC ആയതുകൊണ്ട് കാര്യമില്ല, ബിലോങ്ങിങ് ടു, അതായത് NCLൽ വന്നാൽ മാത്രമാണ് ഈ റിസർവേഷൻ കിട്ടുക. അതേപോലെ SC കാറ്റഗറിക്ക് 15% സീറ്റും ST കാറ്റഗറിക്ക് 7.5% സീറ്റുമുണ്ട്. ഡിസബിലിറ്റിക്ക് ആ പർട്ടിക്കുലർ കാറ്റഗറിയിലെല്ലാം 5% വീതം ഡിസബിലിറ്റി ഉള്ളവർക്കും റിസർവ്ഡ് ആണ്. ഇനി JEE അഡ്വാൻസ്ഡ് വഴി നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ എന്ന് ചോദിച്ചാൽ, ഒന്ന് IISc ബാംഗ്ലൂർ. നമ്മൾ നേരത്തെ പറഞ്ഞ 23 IIT കൂടാതെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, അതേപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി IISTയിലേക്ക്, അതേപോലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ടെക്നോളജി RGIPTയിലേക്ക്, അതേപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം എനർജി IIPEയിലേക്ക് ഒക്കെ ഈ JEE അഡ്വാൻസ്ഡ് വഴിയാണ്. ഇനി JEE അഡ്വാൻസ്ഡിൻ്റെ എക്സാം എന്നാണെന്ന് ചോദിച്ചാൽ മെയ് 26 JEE അഡ്വാൻസ്ഡ് എക്സാം. 2 പേപ്പറായിട്ടാണ്, പേപ്പർ 1, പേപ്പർ 2. ഇത് രണ്ടും കമ്പൽസറി ആണ്. ഷെഡ്യൂൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഈ 2 പേപ്പറും നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. ഇനി ആരൊക്കെയാണ് ഇതിന് എലിജിബിൾ എന്ന് ചോദിച്ചാൽ, ഓപ്പൺ കാറ്റഗറിയിൽ ഏകദേശം 96,187 പേര്, ഓപ്പണിലെ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള 5,063 പേര്, അങ്ങനെ 1,01,250 പേർക്ക് ജനറൽ കാറ്റഗറിയിലും, EWSൽ ഏകദേശം 25,000, അതായത് EWSലെ നോർമൽ 23,750 കുട്ടികൾക്കും, പിന്നെ അതിലെ ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് 1,250, പിന്നെ NCLലും ഫിസിക്കൽ ഡിസബിലിറ്റി എല്ലാം കൂടെ OBC കാറ്റഗറി NCLന് 67,500 പേർക്കും, SC കാറ്റഗറിയിൽ 37,500, അതേപോലെ തന്നെ ST കാറ്റഗറിയിൽ 18,750. അങ്ങനെ ആകെ 2,50,50,000 പേർക്ക് മാത്രം, 2.5 ലക്ഷം പേർക്ക് മാത്രമാണ് JEE അഡ്വാൻസ്ഡ് എഴുതാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് JEE മെയിൻ്റെ റാങ്ക് ലെറ്റർ വന്നപ്പോൾ അതിൻ്റെ താഴെ റിമാർക്ക് എന്ന് പറയുന്നൊരു സെഷനിൽ എലിജിബിൾ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അവിടെ എലിജിബിൾ എന്ന് കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി JEE മെയിൻ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് ഒരു എലിജിബിലിറ്റി മാത്രമാണ്. ഇനി രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്താണെന്ന് ചോദിച്ചാൽ ഏജ് ഒരു പ്രശ്നമാണ്. അതായത് ബോൺ ഓൺ ഓർ ആഫ്റ്റർ, അതായത് ഒക്ടോബർ 1, 1999 ശേഷം ജനിച്ചവർക്ക്, അത് നേരെ തിരിച്ച് SC ST അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അവർ 94 ഒക്ടോബർ 1 ശേഷം ജനിച്ചവരായാലും മതി. അപ്പോൾ ഓൺ ഓർ ആഫ്റ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ ഏജിന് മേലെ ഉള്ളവർക്ക്, അതായത് ഇതിന് ശേഷം ജനിച്ചവർക്ക് മാത്രമാണ് അപ്പിയർ ചെയ്യാൻ പറ്റുക. അതാണ് ഏജ് ലിമിറ്റ്. ഇനി നമ്പർ ഓഫ് അറ്റംപ്റ്റ് ഉണ്ട്. നമ്പർ ഓഫ് അറ്റംപ്റ്റ് 2 പ്രാവശ്യം എഴുതാൻ പറ്റും. അത് ആർക്കൊക്കെയാണെന്ന് ഞാൻ അടുത്തതിൽ പറയും. അതായത് ഇതിൽ നോക്കിയാൽ 2023 ഹയർ സെക്കൻഡറി എഴുതിയവർക്ക്, 2024 എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക്, ഈ 2 കൂട്ടർക്ക് മാത്രം. 2023 പാസ് ഔട്ട് ആയവർക്ക്, 2024 അപ്പിയർ ചെയ്തവർക്ക്. ഓക്കെ, ഈ 2 കാറ്റഗറിക്ക് മാത്രം. അതാണ് ശരിക്കും നമ്പർ ഓഫ് അറ്റംപ്റ്റ് നോക്കിയാൽ അങ്ങനെ തന്നെ വരൂ. അതുകൊണ്ട് ഈ 2 കൂട്ടർക്ക് മാത്രമാണ് പറ്റുക. ഇനി ഒരു കൂട്ടർക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്കാണെന്ന് ചോദിച്ചാൽ ജോസാഡ് സൈറ്റ് വഴി, അതായത് മുൻ വർഷങ്ങളിൽ എപ്പോഴെങ്കിലും IITയിൽ ജോസാഡ് അലോട്ട്മെന്റ് വഴി കയറി പിന്നീട് ഡിസ്കണ്ടിന്യൂ ചെയ്ത കുട്ടികൾക്കോ, അല്ലെങ്കിൽ അന്ന് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം പിന്നീട് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാതെ പോയവരൊന്നും എലിജിബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാവരും എലിജിബിൾ ആണ്. ഇനി രജിസ്ട്രേഷൻ്റെ ഫീ നോക്കുക. എക്സാം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി, അതായത് അഡ്വാൻസ്ഡ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി എല്ലാ കാറ്റഗറിയിലെയും പെൺകുട്ടികൾ 1,600 രൂപ ഫീ അടച്ചാൽ മതി. എന്നാൽ SC ST ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്കും 1,600 തന്നെയാണ്. ബാക്കി എല്ലാ കാറ്റഗറിക്കും 3,200 ആണ്. അതായത് SC ST ഫിസിക്കൽ ഡിസബിലിറ്റിക്കും എല്ലാ കാറ്റഗറിയിലെ പെൺകുട്ടികൾക്കും 1,600 രൂപയാണ്. ബാക്കി എല്ലാവർക്കും 3,200 ആണ് അപ്ലിക്കേഷൻ ഫീ, അതായത് എക്സാം ഫീ.
ഇനി അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചാൽ, ഒന്ന് ക്ലാസ് 10th സർട്ടിഫിക്കറ്റ്, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന ക്ലാസ് 10th സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്. അതുപോലെ +2ന്റെ സർട്ടിഫിക്കറ്റ്, +2 പാസ് ഔട്ട് ആയവർക്ക് +2ന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ബാക്കിയുള്ളവർ അത് അപ്പിയറിംഗ് കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് ആ കോളം വാലിഡ് അല്ല. അപ്പോൾ അവൈലബിൾ ആണെങ്കിൽ മാത്രം അത് കൊടുക്കുക. ഇനി പേരിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ മറ്റോ ഉണ്ടെങ്കിൽ ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ ചെയ്തതിൻ്റെ ഡീറ്റെയിൽ ഡോക്യുമെൻ്റ് കൂടി സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇനി അഡീഷണലി കൊടുക്കേണ്ട ഡോക്യുമെന്റ് എന്താണ്? ഇപ്പോൾ EWS കാറ്റഗറിയിൽ പെട്ടൊരു കുട്ടിയാണെങ്കിൽ EWSന്റെ ഡോക്യുമെന്റ് തഹസിൽദാരോട് വാങ്ങുന്നതാണ്. ഇത് എവിടുന്ന് വാങ്ങുന്നതല്ല, വില്ലേജിൽ നിന്ന് വാങ്ങുന്നതല്ല, താലൂക്കിൽ നിന്ന് വാങ്ങുന്നതായിരിക്കണം. ഇപ്പോൾ അതിന് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, ഓൺ ഓർ ആഫ്റ്റർ April 1, 2024 April 1 അതിന് ശേഷമോ കിട്ടിയ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അപ്പോൾ ഈ പ്രോസ്പെക്ടസിന്റെ എൻഡിൽ തന്നെ അതിൻ്റെ ഒരു ഡോക്യുമെന്റ്, ഒരു അനക്സറിൽ ഫോം തന്നിട്ടുണ്ട്, അത് പോയി ഫില്ല് ചെയ്ത് വാങ്ങിയാൽ മതി. ഇനി സപ്പോസ് അത് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്കൊരു ഡിക്ലറേഷൻ ഉണ്ട്. കിട്ടാൻ വൈകുകയോ മറ്റോ ചെയ്താൽ നിങ്ങൾക്കൊരു ഡിക്ലറേഷൻ സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം, അതിന് പ്രശ്നമില്ല. ആ ഡിക്ലറേഷൻ ഫോമും പ്രോസ്പെക്ടസിന്റെ എൻഡിലുണ്ട്. ഇനി OBC NCL കുട്ടികളാണെങ്കിലും ഇതേപോലെ തന്നെ താലൂക്കിൽ നിന്ന് വാങ്ങുന്ന NCL സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അതും April 1, 2024 April 1 ശേഷം കിട്ടിയതായിരിക്കണം. അതും അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു അഫിഡവിറ്റ് മാത്രം സബ്മിറ്റ് ചെയ്യാം. അവൈലബിൾ അല്ല അല്ലെങ്കിൽ കിട്ടാൻ വൈകുമെങ്കിൽ നിങ്ങൾക്ക് പകരം ഈ പ്രോസ്പെക്ടസിന്റെ എൻഡിലെ അനക്സർ ഉപയോഗിക്കാം. SC/ST കാൻഡിഡേറ്റ് ആണെങ്കിലും ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം, താലൂക്കിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അത് കിട്ടാൻ വൈകുമെങ്കിൽ അവിടെയും എന്ത് ചെയ്യുക, ഈ പറഞ്ഞ അഫിഡവിറ്റ് കൊടുത്ത് പിന്നീട് സബ്മിറ്റ് ചെയ്യാവുന്നതുപോലെ ആക്കാം. ഇനി ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞതുപോലെ ഒരു മെഡിക്കൽ ബോർഡിൽ നിന്ന് വാങ്ങുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ആ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റും ആ പ്രോസ്പെക്ടസിന്റെ എൻഡിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, UDID കാർഡ് ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. പേപ്പർ 1 ആൻഡ് പേപ്പർ 2 അതിൽ എന്തൊക്കെ ഉണ്ടാവും? 3 മണിക്കൂറാണ്. ഒരു പേപ്പർ 3 മണിക്കൂറാണ്. അങ്ങനെ 2 സെഷനായിട്ടുണ്ടാവും. അത് രണ്ടും അറ്റൻഡ് ചെയ്യണം. 6 മണിക്കൂറിന്റെ എക്സാം ഉണ്ടാവും. അതിൽ ഫിസിക്സ് ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും, മാത്സും ഉണ്ടാവും. സിലബസ് പ്രോസ്പെക്ടസിന്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട്. മോഡ് ഓഫ് എക്സാമിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് പെൻ ആൻഡ് പേപ്പർ അല്ല, CBT മോഡ് മാത്രമാണ്. CBT മോഡിൽ മാത്രമാണ് എക്സാം ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ സൈറ്റിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും അവൈലബിൾ ആണ്. ഇനി എക്സാം സിറ്റീസ് നിങ്ങൾക്ക് 8 സിറ്റി ചൂസ് ചെയ്യാം. അപ്പോൾ മാക്സിമം ഈ 8 സിറ്റിയിൽ ഏതെങ്കിലും തരാൻ ശ്രമിക്കും. സപ്പോസ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് ഫില്ലാവുകയോ മറ്റോ ചെയ്താൽ ഡിഫറെൻറ്റ് സിറ്റി അലോട്ട് ചെയ്യുകയുള്ളൂ. ഇല്ലെങ്കിൽ മാക്സിമം ഈ 8 സിറ്റിയിൽ തന്നെ തരാൻ ശ്രമിക്കും. നിങ്ങൾ കൊടുക്കുന്ന 8 സിറ്റിയിൽ തന്നെ തരാൻ ശ്രമിക്കും. അപ്പോൾ സിറ്റീസ് ഏതൊക്കെയാണെന്ന് ഞാൻ ഇതിൻ്റെ അടുത്ത സെഷനിൽ പറയാം. കേരളത്തിൽ ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ്, അതുപോലെ കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ, ഇത്രയും സെന്റർ കേരളത്തിൽ അഡ്വാൻസ്ഡിനുണ്ടാവും. അതേപോലെ തന്നെ ഇതുവരെ നമ്മൾ പറഞ്ഞത് BTech പ്രോഗ്രാമിൻ്റെതാണ്. അതായത് വാരണാസി IIT, ഖരഗ്പൂർ IIT, റൂർക്കി IITയിലൊക്കെയുള്ള BARC പ്രോഗ്രാമുകൾക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതേണ്ടതുണ്ട്. അപ്പോൾ അതിനും അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ഞാൻ ഇതിന് പിന്നാലെ പറയുന്നുണ്ട്, എന്നാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്നാണ് എക്സാം എന്നൊക്കെ. അതിനും സെപ്പറേറ്റ് എക്സാം ഉണ്ടാവും. അത് JEE അഡ്വാൻസ്ഡ് അല്ല, AIT ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തന്നെയാണ്. അതിന്റെ സിലബസ് നിങ്ങളുടെ പ്രോസ്പെക്ടസിന്റെ എൻഡിലുണ്ട്. ഇനി ഈ പറഞ്ഞ IITകളിലും NITകളിലും IIITകളിലും അതുപോലെ മറ്റ് ഗവൺമെന്റ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഒക്കെയുള്ള സീറ്റ് അലോട്ട്മെന്റ് നടത്തുക ജോയിന്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റിയാണ്. റിസൾട്ട് വന്നതിന് ശേഷം അതിന്റെ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ അതിന്റെ ഡീറ്റെയിൽ വീണ്ടും കമ്മ്യൂണിറ്റിയിൽ ഇടാം. ആ സമയത്ത് നിങ്ങൾ ജോസയിൽ രജിസ്റ്റർ ചെയ്യുകയും വേണം. അപ്പോൾ ഞാൻ ആ ഷെഡ്യൂൾ കൂടി പറയുന്നു, എന്നാണ് രജിസ്ട്രേഷൻ തുടങ്ങുക. ഇപ്പോൾ JEE അഡ്വാൻസിന്റെ രജിസ്ട്രേഷൻ April 27 തുടങ്ങി May 7 വരെ ഉണ്ടാവും. രജിസ്ട്രേഷനുള്ള സമയം April 27 തുടങ്ങി May 7 വരെയാണ്. പേയ്മെന്റിനുള്ള ലാസ്റ്റ് ഡേറ്റ് May 10 May 10 വൈകിട്ട് 5 മണി വരെയാണ്. പിന്നീട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡിന്റെ ഡേറ്റ് പറഞ്ഞിട്ട് May 17 അഡ്മിറ്റ് കാർഡ് കിട്ടി തുടങ്ങും. ഇനി JEE അഡ്വാൻസിന്റെ എക്സാം May 26. മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു May 26 പേപ്പർ 1 പേപ്പർ 2 2 സെഷനായിട്ടാണ്. അതേപോലെ JEE അഡ്വാൻസിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക June 9 റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. ഇനി ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഡീറ്റെയിൽ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. June 9, June 10 തീയതികളിൽ രജിസ്ട്രേഷൻ ഉണ്ടാവും. അതിന്റെ എക്സാം ഉണ്ടാവുക June 12 June 12 എക്സാം ഉണ്ടാവും. റിസൾട്ട് June 15 ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ഓൾമോസ്റ്റ് JEE അഡ്വാൻസിന്റെയും ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെയും രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഏകദേശം ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എക്സാമിനോട് എടുക്കുമ്പോൾ അതിന്റെ ഡീറ്റെയിലും അതുപോലെ അലോട്ട്മെന്റിനോട് എടുക്കുമ്പോൾ അതിന്റെ ഡീറ്റെയിലും പിന്നാലെ പറയാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിന്റെ എൻഡിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും.
വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.